ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. അവൻ്റെ ചേച്ചാ പയ്യൻ്റെ ചേച്ചി അറിയാം, അവൻ്റെ സ്കൂളിൽ പഠിക്കുന്നവരല്ലേ? ഗവാസ്കർ. ആര് ആര് അത് തന്നെയാണ് ഈ ലോകം മൊത്തം പറയുന്നത്. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് ആണ്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് തൊപ്പിച്ചന്തയിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. അവർ കൂടെ എന്തെങ്കിലും പറയാനുണ്ടോ നോക്കട്ടെ. ടാഗോർ തന്നെ? അറിയില്ല. ടാഗോർ ആയിരിക്കും. രവീന്ദ്രനാഥ ടാഗോർ അല്ലേ? അദ്ദേഹമല്ല. രവീന്ദ്രനാഥ ടാഗോർ അല്ല, മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് രചിച്ചത്. ക്ലൂ കൊടുക്കരുതെന്ന് അണ്ണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്ലൂ കൊടുക്കരുത്, ആൾക്കാരെ ചിന്തിപ്പിച്ച് അങ്ങേയറ്റം പണ്ടാരം അടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഞങ്ങളുടെ കൈവശം ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. സൈഫാക, വന്ദേ മാതരം കേട്ടിട്ടുണ്ടോ? വന്ദേ മാതരം കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ദേശീയ ഗീതമാണ്. ഇത് രചിച്ചത് ആരാണ്? ആര്? രവീന്ദ്രനാഥ് ടാഗോർ. പുള്ളി പാടി, രചിച്ചത് എഴുതിയത്. പാട്ട് ഞാനും പാടാം. വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ച് ടാഗോർ. ടാഗോർ അല്ല. അറിയില്ല. ആരാണ്? അറിയില്ല. മുരളി. ഗവാസ്കർ. ആര് ആര് ആര്? മുരളി. ഏത് മുരളി? പുതിയറ മുരളി. പുതിയറ മുരളി. പയ്യനറിയാം, അവർ പഠിക്കുന്ന അണ്ണൻ അണ്ണൻ അറിയില്ല. അറിയുന്നുണ്ടോ? അറിയില്ല. അവൻ്റെ ചേച്ചാ പയ്യൻ്റെ ചേച്ചി അറിയാം, അവൻ്റെ സ്കൂളിൽ പഠിക്കുന്നവരല്ലേ? ഓക്കെ. ആര്? വള്ളത്തോളായിരിക്കും. വള്ളത്തോള്. വള്ളത്തോളല്ല. കടക്കാവൂർ SSP BHSലാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആര്? അല്ല. വന്ദേ മാതരം എന്ന ദേശീയ ഗീതം രചിച്ചത് ആര്? അറിഞ്ഞുകൂടാ. ദണ്ണം പറയും. ഞാൻ പറയും, പക്ഷെ എനിക്ക് ആദ്യം പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഞാൻ പറഞ്ഞ ഉത്തരം ആ പേരിലൊരു പൂർണ്ണത ഞാൻ പറഞ്ഞതിൽ ചെറിയ തരുന്നുണ്ട്. ഒരു ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലേ? രവീന്ദ്രനാഥ ടാഗോർ അല്ലല്ലേ? അല്ലേ? ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒന്ന് ഞാൻ പറയുന്നു. അണ്ണൻ പറയുന്നത് അത് തന്നെയാണ് ഈ ലോകം മൊത്തം പറയുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഈ വന്ദേ മാതരം എന്ന നമ്മുടെ ഈ ദേശീയ ഗീതം രചിച്ചത്. 1870 ബംഗാളി ഭാഷയിലാണ് അദ്ദേഹം ഇത് രചിച്ചത്. 1896 കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വെച്ച് രവീന്ദ്രനാഥ് ടാഗോർ ഇത് ആലപിക്കുകയുണ്ടായി. അതോടുകൂടിയാണ് നമ്മുടെ ദേശീയ ഗീതമായി മാറിയത്. ശരിയുത്തരം പറഞ്ഞ അനിൽകുമാറൻ, തൊട്ടിക്കല്ലിലെ അനിൽകുമാറാണ്. ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഈ സമ്മാനങ്ങൾ അന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ നേരത്തെ തെറ്റുത്തരം പറഞ്ഞ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറഞ്ഞ മാമന്റെ പേര് അബ്ദുൽ വഹാബ് മാമയാണ് അനിൽകുമാറണ്ണന് ശരിയുത്തരം പറഞ്ഞ അനിൽകുമാറണ്ണന് കൈമാറുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. 1870 ബംഗാളി ഭാഷയിൽ നമ്മുടെ ഈ വന്ദേ മാതരം എഴുതിയത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. അണ്ണന് എന്തെങ്കിലും പറയാനുണ്ടോ? വേറൊന്നും പറയാനില്ല. എന്തായാലും നമ്മളെ ആട്ടോ സ്റ്റാൻഡിൽ ഒരു സമ്മാനം കിട്ടിയതിൽ സന്തോഷം. ഇതിനു മുമ്പ് നമ്മളുടെ സമ്മാനം തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ അനിൽ ആനന്ദിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.